നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഗ്രീഷ്മ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയാകുന്നത് അലൈൻ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ ജിം ഫിലിപ്പാണ്. അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അതിലേക്ക് കടക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ തൈറോയ്ഡ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. അപ്പോൾ എന്താണ് ഈ തൈറോയ്ഡ് എന്നൊന്ന് പറയാമോ? നമ്മുടെ കഴുത്തിലെ ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ്. അതിൽ വരുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. ആ ഹോർമോൺ ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. തൈറോയ്ഡ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? സാധാരണ കാണുന്നത് ഒന്ന് ഹോർമോൺ കൂടുന്ന അവസ്ഥ, അഥവാ ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ. രണ്ടാമത്തേതാണ് ഹോർമോൺ കുറയുന്ന അവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം. മൂന്നാമത്തേതാണ് ഇതിൽ മുഴ ഉണ്ടാവുക, അല്ലെങ്കിൽ കഴുത്തിൽ ഗോയിറ്റർ. ഡോക്ടർ, എന്താണ് അപ്പൊ ഈ ഹൈപ്പോ തൈറോയിഡിസം? ഈ സാധാരണ ഈ മൂന്നൊന്ന് ഡിഫൈൻ ചെയ്ത് പറയാമോ? ഒന്ന് സാധാരണ കാണുന്ന അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം, അഥവാ ഹോർമോൺ കുറയുന്ന അവസ്ഥ. അങ്ങനെ കുറയുകയാണെങ്കിൽ ഉത്സാഹക്കുറവ്, വെയിറ്റ് കൂടുക, ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ ബോഡി വീക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ കൈകാൽ കഴപ്പുണ്ടാവുക, കൈകാൽ തരിപ്പുണ്ടാവുക, ഇതിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ ക്രമം തെറ്റുക, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാൻ വൈകുക, ഇൻഫെർട്ടിലിറ്റി, ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഹോർമോൺ കുറയുന്ന അവസ്ഥയാണെങ്കിൽ അത് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് അറിയാൻ സാധിക്കും. അതിന് വ്യക്തമായ ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഡോക്ടർ, ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള റീസൺ എന്താണ്? വരാനുള്ള ഒരു കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ? സാധാരണ കാണുന്ന അസുഖം ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്, ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോതൈറോയിഡിസം. ആന്റിബോഡീസ് മൂലം ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുകയും അതുമൂലം ഹോർമോൺ കുറഞ്ഞു പോവുകയും ചെയ്യും. ഡോക്ടർ, അപ്പോൾ ഇത് എന്തെങ്കിലും ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഇതിനെ ബാധിക്കുന്നുണ്ടോ? നമ്മൾ സാധാരണ എപ്പോഴും ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ജങ്ക് ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടോ? തൈറോയ്ഡ് ഇത് ഭക്ഷണം കാരണം വരുന്ന അസുഖമല്ല. ഇതാണെങ്കിൽ ജനറ്റിക്കലിയും പിന്നെ ഇപ്പോൾ കാണുന്ന ഐഡന്റിന്റെ ഒക്കെ ഒരു പ്രത്യേകത കാരണം വരുന്ന അസുഖമാണ്. ഓക്കെ. പക്ഷെ അത് നമുക്ക് ഡയറ്റ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന അസുഖമല്ല. അപ്പോൾ ഈ മൂന്നിനും നമുക്ക് മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാൻ സാധിക്കുമോ? ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരിലും അത് ലൈഫ് ലോങ് ആണ്. ഓക്കെ. ഹൈപ്പോതൈറോയിഡിസത്തിലാണോ ഡോക്ടർ കൂടുതൽ നമ്മൾ ഈ വളരെ ഫാറ്റി ആയിട്ട് ആളുകൾ വരുന്നത്? അധികം വണ്ണം വെക്കുകയില്ല, ഒരു 4-5 കിലോ വണ്ണം വെക്കാൻ സാധ്യതയുണ്ട്. സാധാരണ എല്ലാവർക്കും വളരെ പേടിയാണ്, ഒബേസിറ്റി ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇല്ല, ഒബേസിറ്റി സാധാരണ കാണുന്നത് അമിത ഭക്ഷണം കാരണവും വ്യായാമക്കുറവ് കാരണമാണ്. ഈ തൈറോയ്ഡ് അസുഖം ഉണ്ടെങ്കിൽ ഒരു 4-5 കിലോ വെയിറ്റ് വെക്കാന്നല്ലാതെ അമിതവണ്ണം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. തൈറോയിഡിന്റെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ടോ? ഇല്ല, ഇത് ഹോർമോണിന്റെ അസുഖമായതിനാൽ കൃത്യമായ അളവിൽ ഗുളിക കഴിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അപ്പൊ ഇത് നീണ്ട കാലം നമ്മൾ കഴിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. എത്ര നാള് എന്നാലും ഒരു ആവറേജ് കണക്ക് പറയാൻ പറ്റുമോ? ഹൈപ്പോതൈറോയിഡിസം ആണ് എന്ന് കൺഫേം ആണെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരിലും അത് ലൈഫ് ലോങ് ആണ്. മരണം വരെ ഗുളിക കഴിച്ചേ പറ്റുള്ളൂ. പിന്നെ ചില ആളുകളിൽ അത് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു 90% ആൾക്കാരിലും ഹൈപ്പോതൈറോയിഡിസം കൺഫേം ചെയ്യുകയാണെങ്കിൽ മരണം വരെ ഗുളിക കഴിക്കേണ്ടതാണ്. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസ് എന്തെങ്കിലും എടുത്തു പറയാൻ നമുക്ക് ഉണ്ടോ ഡോക്ടർ? അങ്ങനെ ഇല്ല, ഹൈപ്പോതൈറോയിഡിസം വളരെ വേഗമായ ഒരു അസുഖമാണ്, വളരെ സബ്റ്റലായ അസുഖമാണ്. അത് നമുക്ക് ഇപ്പൊ ഉത്സാഹക്കുറവിന് പല കാരണങ്ങളുണ്ട്. ക്ഷീണമായിരിക്കാം, അതുപോലെ രക്തക്കുറവായിരിക്കാം, അല്ലെങ്കിൽ പ്രമേഹമായിരിക്കാം, പ്രഷറായിരിക്കാം, തൈറോയിഡിസമായിരിക്കാം. അപ്പോൾ ഈ ഉറപ്പിക്കണമെന്നെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, അതുകൊണ്ട് വലിയ അറിയാൻ സാധിക്കും. ഡോക്ടർ, അപ്പൊ മറ്റെന്തെങ്കിലും ഈ തൈറോയ്ഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ കൂടുതലാവാറുണ്ടോ? അത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഇത് കൂടുതൽ കാണുന്നത്? ഇത് കൂടുതലാണ് സ്ത്രീകളിലെ കാണുന്നത്. ഒരു മധ്യവയസ്ക സ്ത്രീകളിലും പ്രായമായ സ്ത്രീകളുമാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ തൈറോയ്ഡ് ഉള്ള ലേഡീസിനെ സംബന്ധിച്ച് മിക്കവാറും ഈ പ്രഗ്നന്റ് ആവാൻ പലപ്പോഴും പ്രശ്നം പറയാറുണ്ട്. അത് ശരിയല്ലേ? ഹോർമോണിന്റെ കുറവുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകാൻ കുറച്ച് ഡിലേ ഉണ്ടാവാം. പക്ഷെ ഇത് വളരെ ലഘുവായിട്ടല്ല, വളരെയധികം കാശ് മുടക്കാതെ ചികിത്സിക്കാൻ പറ്റുന്ന അസുഖമാണ്. എല്ലായിടത്തും മരുന്ന് ലഭ്യമാണ്. ഇത് മരുന്ന് വില വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് വളരെ പേടിക്കുന്ന അസുഖമല്ല, വളരെ സിമ്പിളായ ഒരു അസുഖമാണ്. ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ മരുന്നിന് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ഇത് ചികിത്സിക്കാൻ വളരെ എളുപ്പമായ അസുഖമാണ്. ഡോക്ടർ, അതുപോലെ തൈറോയ്ഡ് ഉള്ള സമയത്ത് ഇപ്പോൾ ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കൺസീവ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും തൈറോയ്ഡ് ഉണ്ടാവുക. അതുപോലെ കുട്ടികൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന തൈറോയിഡിന്റെ ഭാഗമായി എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ പിന്നീട്? ഇല്ല, കുട്ടികൾ കാണുന്ന തൈറോയ്ഡ് വേറെ കാരണം ഉള്ള അസുഖമാണ്. ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പൊ നാട്ടിലായാലും അവര് തൈറോയ്ഡ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ജനിക്കുന്ന കുട്ടികളിൽ
തൈറോയ്ഡ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും, എല്ലാ ദുബായിലായാലും നാട്ടിലായാലും എല്ലാവരും ചെക്ക് ചെയ്യാറുണ്ട്. കാര്യം അത് ജനിക്കുന്ന കുട്ടികളിൽ ഹോർമോൺ കുറവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാൻ സാധ്യത വളരെ അധികമാണ്. അതിപ്പോ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഡോക്ടർ? ഇപ്പൊ എല്ലാവരും ഒരു റൂട്ടീനായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്, എല്ലാ ഹോസ്പിറ്റലിലും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ കുട്ടിക്ക് തൈറോയ്ഡ് ഹോർമോൺ കുറവുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അത് അറിയുകയും അതിന് മരുന്ന് തുടങ്ങുകയും ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ? ഒരു ഗുളികയുണ്ട്, എൽട്രോക്സിൻ അല്ലെങ്കിൽ തൈറോനോം അല്ലെങ്കിൽ യൂത്തറോക്സ്. അത് കഴിക്കുകയാണെങ്കിൽ, അതിന്റെ കൃത്യമായ അളവ് കഴിക്കുകയാണെങ്കിൽ നമുക്കത് അത് ഹോർമോൺ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അത് കഴിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ബഹുഭൂരിശ ആൾക്കാരിലും ലൈഫ് ലോങ് അസുഖം ഉണ്ടാവും. ചില ആളുകൾ റിക്കവർ ചെയ്യാറുണ്ട് അപൂർവമായിട്ട്. ഒരു 80% ആൾക്കാർക്കും ഗുളിക കഴിക്കേണ്ടതാണ്. ഡോക്ടർ, ഈ തൈറോയിഡിന് എന്തെങ്കിലും പെയിനോ അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകാറുണ്ടോ? ഇല്ല, ചില ആൾക്കാരിൽ മിക്ക ആൾക്കാരും പെയിൻ ഉണ്ടാകാറില്ല. ചില ആളുകൾ വൈറൽ ഫീവർ കാരണം ഗ്രന്ഥിയെ ബാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു വേദന ഉണ്ടാവും. പക്ഷെ മിക്ക ആൾക്കാരിലും ഒരു വേദന ഉണ്ടാവും സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, ഇതിപ്പോ നമുക്ക് തൈറോയിഡ് ഉണ്ട് ഇല്ലയോ എന്നുള്ളത് മരുന്ന് കഴിച്ചു തുടങ്ങിയ ഒരാളെ സംബന്ധിച്ച് ഒന്ന് മാറി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്തെങ്കിലും ഉണ്ടാവുമോ? ഹൈപ്പർ തൈറോയിഡിസം വേണമെങ്കിൽ മാറാൻ സാധ്യതയുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ഹോർമോൺ കൂടുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ഗുളിക കഴിച്ച് അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അസുഖം മാറാൻ സാധ്യത വളരെ അധികമാണ്. ഹൈപ്പർ അസുഖം മാറാൻ സാധ്യതയുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം മാറാൻ സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, മറ്റെന്തെങ്കിലും തൈറോയിഡിനെ കുറിച്ച് ഡോക്ടറിന് പറയാനുണ്ടോ? എന്തെങ്കിലും അഡ്വൈസ് വല്ലതും ശ്രോതാക്കൾക്ക് കൊടുക്കാനുണ്ടോ? അഡ്വൈസ് എന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ ടിപ്പായിട്ട് പറയാനാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഗുളിക അസുഖം കൺഫേം ആണെങ്കിൽ മരണം വരെ ഗുളിക കഴിക്കേണ്ടതാണ്. രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ ഗുളിക കഴിക്കുക. പിന്നെ ഒരു മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം ഭക്ഷണമായിട്ട്. കഴുത്തിൽ മുഴയുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുകയും പിന്നെ നമുക്ക് അത് മുഴ വലുതാണെങ്കിൽ ഒരു ബയോപ്സി ചെയ്യേണ്ടതാണ്. ബയോപ്സി എടുത്തിട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം. അതല്ല ബയോപ്സിയിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ കഴുത്തിൽ കാണുന്ന എല്ലാ മുഴകളും നമുക്ക് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം തന്നെയാണെന്ന് ഉറപ്പായിരിക്കുമോ? അല്ല, ബഹുഭൂരിഷം കഴുത്തിലെ മുഴകളും പോയിട്ടാണ് സാധ്യത കൂടുതൽ. പിന്നെ ചെറിയ ആളുകളിൽ പുകവലി കാരണമോ അല്ലെങ്കിൽ ഇപ്പൊ വെറ്റില പുറക്കുന്ന കാരണമോ അല്ലെങ്കിൽ വേറെ കാരണം കഴുത്തിൽ മുഴ ഉണ്ടാവാം. വേറെ ഇപ്പൊ കഴുത്തിൽ തൊണ്ട ക്യാൻസറോ അല്ലെങ്കിൽ വെറ്റില പുറക്കുന്ന കാരണം അത് കാരണം ക്യാൻസറോ ഉണ്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ TB കാരണം സംഭവിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം കാരണമുള്ള മുഴകളായിരിക്കാം. സാധാരണ കാണുന്ന മുഴ സാധാരണ തൈറോയ്ഡ് ആണ്. അത് സ്കാൻ മൂലം അറിയാൻ സാധിക്കും. പിന്നെ അത് സ്കാൻ മുഴ കാണുകയാണെങ്കിൽ അത് ബയോപ്സി വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഇതിന് തൈറോയ്ഡ് ടെസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പേര് വല്ലതും ഉണ്ടോ ഡോക്ടർ? അതിന്റെ മേലിൽ വരുന്ന ഫ്രീ T4 TSH ഇതാണ് ചെയ്യണം. ആർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്റെ കൂട്ടത്തിൽ വേറെ ഉള്ളത് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമുക്ക് തിരിച്ചാണ്. ആൾക്ക് വെയിറ്റ് കുറയും, അമിതമായ വേർപ്പുണ്ടാവും, നെഞ്ചെടുപ്പുണ്ടാവും, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവും, കണ്ണ് തള്ളി വരും, പുറത്തേക്ക് വരും. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. അതായത് ഹോർമോൺ കൂടുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ വേറെ ഗുളിക കഴിച്ച് അത് ഹോർമോണിനെ നിയന്ത്രിക്കുകയും അത് കൃത്യമായ അളവിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. അത് ഹൈപ്പർ തൈറോയിഡിസം, അത് ഹോർമോൺ കൂടുന്ന അവസ്ഥ. ഈ സമയങ്ങളിൽ സ്ത്രീകൾക്ക് കൺസീവ് ചെയ്യാൻ പ്രശ്നം അനുഭവപ്പെടാറുണ്ടോ? അത് വിഷമമാണ്. ആ സമയത്തും ഹോർമോൺ കൂടുകയാണെങ്കിലും അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവം തെറ്റാം, അല്ലെങ്കിൽ കുട്ടികളെ വൈകാം, അല്ലെങ്കിൽ വെയിറ്റ് കുറയാം. ഇത് ഹൈപ്പർ തൈറോയിഡിസം മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം മെഡിസിൻ കഴിച്ചാൽ മാറുന്നാണ് ഡോക്ടർ പറയുന്നത്? അത് മിക്ക ആൾക്കാരിലും ഒരു 1.5 വർഷം ഗുളിക കഴിക്കുകയാണെങ്കിൽ ഒരു 50% ആൾക്കാരിലും അസുഖം മാറുന്നതാണ്. ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു സിംറ്റമായിട്ട് ഈ കണ്ണ് തള്ളി വരിക എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഈ രോഗം പൂർണ്ണ ഭേദമാകുമ്പോൾ അതൊക്കെ നോർമൽ കണ്ടീഷനിലേക്ക് എത്തുമോ? കുറച്ചൊക്കെ എത്തും. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലിരിക്കും. എന്നാലും മിക്ക ആൾക്കാർ, ഒരു 50% ആൾക്കാരിലും ഗുളിക കഴിക്കുന്ന വഴി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അറിയേണ്ടത്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അമ്മയ്ക്കോ അച്ഛനോ പെങ്ങന്മാർക്കോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും വരാൻ സാധ്യത വളരെ അധികമാണ്. പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. വളരെ അധികമാണ്. ഗർഭാവസ്ഥയിൽ ഒരു ലേഡിക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനും അത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ലില്ല, അത് സംഭവിക്കില്ല. ഓക്കെ, അത് സംഭവിക്കും. അത് വേറെ കാരണത്തിലല്ല. ജന്മനാ കുട്ടികളിൽ കാണുന്ന തൈറോയിഡ് അസുഖം ഗ്രന്ഥിയുടെ അഭാവം കാരണമാണ്. ഓക്കെ, അതായത് ആ കുട്ടി ജന്മനാ ഗ്രന്ഥി വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ കുട്ടികൾ കാണുന്ന ഗ്രന്ഥിയുടെ അസുഖം അല്ലെങ്കിൽ ഉള്ള ഗ്രന്ഥി വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം ഹോർമോൺ കുറഞ്ഞു പോകുന്നു.
അതുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നു. സ്കാനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഡോക്ടർ നേരത്തെ പറഞ്ഞു, ടെസ്റ്റ് റുട്ടീൻ ചെക്കപ്പിലൂടെ. ആ സ്കാനിൽ അത് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് അറിയുന്നത്. കുട്ടി ജനിച്ച ഒരു തേർഡ് ഡേ ആകുമ്പോൾ ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും ബ്ലഡ് എടുക്കാറുണ്ട്, അത് ചെക്ക് ചെയ്യാറുണ്ട്. മറ്റുള്ള വലിയ ആൾക്കാർ കാണുന്ന വലിയ ആൾക്കാരിൽ കാണുന്ന തൈറോയിഡിന്റെ അസുഖം അത് ആന്റിബോഡീസ് മൂലം ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന മൂലമാണ്. രണ്ടുപേരിൽ കാണുന്ന അസുഖം രണ്ട് തരമാണ്, രണ്ട് കാരണമാണ്. ചികിത്സ തന്നെയാണ്, ചികിത്സ എല്ലായിടത്തും ഒരേ മരുന്ന് ഉപയോഗിക്കുന്നതെങ്കിലും രണ്ടുപേരിൽ വരുന്ന കാരണങ്ങൾ ഡിഫറന്റ് ആണ്. ഇപ്പൊ ഈ ജനിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ അത് അപ്പൊ തന്നെ മെഡിസിൻ കൊടുത്ത് മാറുന്ന ഒരു അസുഖമാണ് ഡോക്ടർ? അല്ല, അതും പറഞ്ഞ കാര്യം കുട്ടിയിൽ ഗ്രന്ഥി ഇല്ല, അല്ലെങ്കിൽ ഗ്രന്ഥി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ അത് മിക്ക കുട്ടികളിലും മാറുന്നില്ലെങ്കിൽ അത് മിക്കവാറും ലൈഫ് ലോങ് കഴിച്ചേ പറ്റുള്ളൂ. എല്ലാ കുട്ടികളുടെയും ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് 3 years ആണ്. കുട്ടി ജനിച്ച് 3 വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ആ സമയത്ത് ഈ ഹോർമോണിന്റെ വളരെ അത്യാവശ്യമായ ഹോർമോണാണ് ഈ സമയത്ത്. അപ്പൊ നമ്മൾ സാറ് ചെയ്യുന്നത് 3 വയസ്സ് വരെ ഗുളിക കൊടുക്കും, അത് കഴിഞ്ഞിട്ട് നിർത്തി നോക്കിയിട്ട് ഹോർമോൺ കൃത്യമാണെങ്കിൽ ഗുളിക കഴിക്കേണ്ട കാര്യമില്ല. അതിന്റെ 3 ദിവസത്തിന് ശേഷവും ഹോർമോൺ കൃത്യമാകുന്നില്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ അതിഥിയായിരുന്നത് അലൈൻ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ജിം ഫിലിപ്പാണ്. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കേൾക്കാമെന്ന വിശ്വാസത്തോടെ വിട പറയുന്നു ഗ്രീഷ്മ. നന്ദി, നമസ്കാരം.